ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂലൈ മാസം 21 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, തദ്ദേശീയമായി നിലവിലുള്ളതും അന്യം നിന്നു പോകുന്നതുമായ പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാനായി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനഗൽസ. ജനങ്ങളുടെ ആഘോഷം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ തദ്ദേശീയമായി നിലവിലുള്ളതും അന്യം നിന്നു പോകുന്നതുമായുള്ള പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാനായി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനഗൽസ. ഗോത്ര കലാരൂപങ്ങൾ സംരംഭ മാതൃകയിൽ രൂപീകരിച്ച് തദ്ദേശീയരായ ജനതയ്ക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തദ്ദേശീയമായി നിലവിലുള്ളതും അന്യം നിന്ന് പോകുന്നതുമായ പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാനായി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ജനഗൽസ. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ചെസ് ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് കൊനേരു ഹംപി. അപ്പൊ വനിതാ ചെസ് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ ആരാണ്? കൊനേരു ഹംപിയാണ്. 2025 വനിതാ ചെസ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ജോർജിയയിലെ ബറ്റുമിയാണ് വേദി ജോർജിയയിലെ ബറ്റുമിയാണ്. അപ്പൊ വനിതാ ചെസ് ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ ആരാണ്? കൊനേരു ഹംപിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ പൂർണ്ണനാമമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് VS അച്യുതാനന്ദന്റെ പൂർണ്ണനാമം. അതേപോലെ 2006, 2011 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പൊ 2006, 2011 കാലഘട്ടത്തില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അതേപോലെ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി 2006 മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ 83 വയസ്സായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രായം. അതേപോലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന വ്യക്തിയും ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന വ്യക്തി. 1938 ഇദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായത്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു. അതേപോലെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആര്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നറിയപ്പെടുന്ന VS അച്യുതാനന്ദൻ. അദ്ദേഹം മരിച്ചത് എന്നാണ്? 2025 ജൂലൈ 21 മരിച്ചത്. അതേപോലെ 2019, 2016, 2021 കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനുമാരായിരുന്നു VS അച്യുതാനന്ദൻ ആയിരുന്നു. അതേപോലെ 1970 ഭൂപരിഷ്കരണ നിയമം പാസാക്കാൻ കാരണമായ സുപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനം നടത്തിയതാരാണ്? VS അച്യുതാനന്ദനാണ് ആലപ്പുഴ പ്രഖ്യാപനം നടത്തിയത്. 2016 മുതൽ 2021 വരെ കേരള ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 14ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ചോദിച്ചാലും ആരായിരുന്നു? VS അച്യുതാനന്ദൻ ആയിരുന്നു. അപ്പൊ VS അച്യുതാനന്ദൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ മരിച്ചത് എന്നാണ്? 2025 ജൂലൈ 21 VS അച്യുതാനന്ദൻ മരിച്ചത്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം ചോദിച്ചാൽ 2006, 2011 കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം എന്താണ്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് VS അച്യുതാനന്ദന്റെ പൂർണ്ണമായ നാമം. അടുത്ത ക്വസ്റ്റ്യൻ, ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. അപ്പോൾ ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻകർ.
ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് ജഗദീപ് ധൻകർ രാജിവെച്ചത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 67A എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഉപരാഷ്ട്രപതിയുടെ രാജി പ്രക്രിയയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 67A. ഉപരാഷ്ട്രപതിക്ക് തന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു രാജിക്കത്ത് എഴുതി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്തോന്ന് ചെയ്യാം, രാജി ചെയ്യാം എന്ന് പറയുന്നതാണ് 67A. അപ്പൊ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് ജഗദീപ് ധൻകർ എന്ത് ചെയ്തത്, രാജിവെച്ചത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻകർ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 30 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന നാസയുടെയും ISROയുടെയും ആദ്യ സംയുക്ത ഉപഗ്രഹമാണ് നിസാർ. അപ്പോൾ 2025 ജൂലൈ 30 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന നാസയുടെയും ISROയുടെയും ആദ്യ സംയുക്ത ഉപഗ്രഹം ചോദിച്ചാൽ ഏതാണ്, നിസാർ ആണ്. നിസാറിന്റെ ഫുൾ ഫോം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് നിസാറിന്റെ പൂർണ്ണനാമം. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് ഈ നിസാറിന്റെ പൂർണ്ണരൂപം. നിസാർ വിക്ഷേപിക്കുന്ന റോക്കറ്റ് GSLV F-16 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. GSLV F-16 എന്ന് പറയുന്ന റോക്കറ്റിലാണ് നിസാർ വിക്ഷേപിക്കുന്നത്. അതേപോലെ ഡുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണ് നിസാർ. ഡുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കുന്ന ആദ്യ ഉപഗ്രഹം ചോദിച്ചാലും ഏതാണ്, അത് നിസാർ ആണ്. അപ്പോൾ 2025 ജൂലൈ 30 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന നാസയുടെയും ISROയുടെയും ആദ്യ സംയുക്ത ഉപഗ്രഹമാണ് നിസാർ. പൂർണ്ണരൂപം ചോദിച്ചാൽ എന്താണ്, നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് ഇതിന്റെ പൂർണ്ണമായ നാമം. GSLV F-16 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയ്ക്കുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയ്ക്കുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്, ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്, ജാർഖണ്ഡിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്, ആനമല ടൈഗർ റിസർവ്. തമിഴ്നാട്ടിലെ ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്, തമിഴ്നാട്ടിലെ ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200 താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ബീഹാർ. അപ്പോൾ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും 1200 താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ഏതാണ്, ബീഹാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പുരുഷ ചെസ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്, ഇന്ത്യ. 2025 ലോക പുരുഷ ചെസ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്ര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രൂയിസ് ഭാരത് മിഷനിൽ ഔദ്യോഗികമായി ചേർന്ന ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. സമുദ്ര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രൂയിസ് ഭാരത് മിഷനിൽ ഔദ്യോഗികമായി ചേർന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, ഗുജറാത്ത് ആണ്. 2029 ആകുമ്പോഴേക്കും ക്രൂയിസ് യാത്രക്കാരുടെ എണ്ണം ഇരട്ടിപ്പിക്കുന്നതിലൂടെ രാജ്യത്തെ ക്രൂയിസ് ടൂറിസം വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് ക്രൂയിസ് ഭാരത് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രൂയിസ് ഭാരത് മിഷനിൽ ഔദ്യോഗികമായി ചേർന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, ഗുജറാത്ത് ആണ്. അപ്പൊ സമുദ്ര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രൂയിസ് ഭാരത് മിഷനിൽ ഔദ്യോഗികമായി ചേർന്ന ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയിലെ ആദ്യത്തെ സമുദ്ര സങ്കേതം നിലവിൽ വരുന്നത് എവിടെയാണ്, കർവാറിലാണ്. അപ്പൊ കർണാടകയിലെ ആദ്യത്തെ സമുദ്ര സങ്കേതം നിലവിൽ വരുന്നത് എവിടെയാണ്, കർവാറിലാണ്.
നെക്സ്റ്റ് 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ഹൈദരാബാദ്. 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന അടുത്തിടെ ട്രക്കോമ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് സെനഗൽ. അപ്പോൾ ലോകാരോഗ്യ സംഘടന അടുത്തിടെ ട്രക്കോമ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? സെനഗലാണ്. ട്രക്കോമ ഇല്ലാതാക്കുന്ന ലോകത്തിലെ 25ാമത്തെയും ആഫ്രിക്കയിലെ 9ാമത്തെയും രാജ്യമാണ് സെനഗൽ. അപ്പോൾ ലോകാരോഗ്യ സംഘടന അടുത്തിടെ ട്രക്കോമ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? സെനഗൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മിൽക്ക് സബ്സിഡി സ്കീം. അപ്പൊ ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആസാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് നടന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ 2025 ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് നടന്നത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ആണ്. 2025 ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് നടന്നത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ രാജിവെച്ച അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ വ്യക്തിയാണ് ഗീതാ ഗോപിനാഥ്. അപ്പോൾ അടുത്തിടെ രാജിവെച്ച അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിരുന്ന വ്യക്തി ആരാണ്? ഗീതാ ഗോപിനാഥ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ആഗോള സുരക്ഷാ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് അൻഡോറ. 2025 ആഗോള സുരക്ഷാ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അൻഡോറ. 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 66ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായിട്ട് തിരഞ്ഞെടുത്തത് അൻഡോറയും. ഇന്ത്യയുടെ സ്ഥാനം 66. ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ് ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം. അതേപോലെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? വെനസ്വേലയാണ് സുരക്ഷിതമല്ലാത്ത രാജ്യമായിട്ട് ഈ റാങ്കിംഗ് പ്രകാരം ഉള്ളത്. അപ്പോൾ 2025 ആഗോള സുരക്ഷാ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അൻഡോറയാണ്. ഈ പട്ടിക 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഇന്ത്യക്ക് 66ാം സ്ഥാനമാണ്. ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തെലങ്കാന. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർഷകരെ ശാക്തീകരിക്കുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പൊ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? കർഷകരെ ശാക്തീകരിക്കുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായുള്ള കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കൃഷി സമൃദ്ധി പദ്ധതിയുടെ ലക്ഷ്യം. ഇത് നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കർഷകരെ ശാക്തീകരിക്കുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുരാതന മോഡി ലിപിയെ ദേവനാഗരിയിലേക്ക് മാറ്റുന്നതിനുള്ള ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചെടുത്തത് IIT റൂർക്കിയാണ്. അപ്പോൾ പുരാതന മോഡി ലിപിയെ ദേവനാഗരിയിലേക്ക് മാറ്റുന്നതിനുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചെടുത്തത് IIT റൂർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂലന ഭീഷണി നേരിടുന്ന തെക്കൻ പസഫിക് ദ്വീപ് രാജ്യമാണ് വനൗദു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂലന ഭീഷണി നേരിടുന്ന തെക്കൻ പസഫിക് ദ്വീപ് രാജ്യം ചോദിച്ചാൽ ഏതാണ്? വനൗദു.
അടുത്ത ക്വസ്റ്റ്യൻ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് സോണാലി മിശ്ര. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? സോണാലി മിശ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാനാണ് അഭിജിത്ത് സേത്ത്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? അഭിജിത്ത് സേത്ത്. നെക്സ്റ്റ്, ഇക്കണോമിക് ഡിപ്ലോമസി ഡിവിഷന്റെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമാണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോൾ ഇക്കണോമിക് ഡിപ്ലോമസി ഡിവിഷന്റെ കണക്കു പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനം ചോദിച്ചാൽ ഏതാണ്? UPI ആണ്, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്കാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് നിതിൻ ഗുപ്ത. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് നിതിൻ ഗുപ്ത. നെക്സ്റ്റ്, പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ്, മാലിദ്വീപിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വിശിഷ്ട അതിഥി ആരാണ്? നരേന്ദ്രമോദി. മാലിദ്വീപിന്റെ സ്വാതന്ത്ര്യ ദിനത്തിലെ വിശിഷ്ട അതിഥിയാണ് നരേന്ദ്രമോദി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമാന്യ തിലക് സ്മാരക ട്രസ്റ്റ് വർഷം തോറും നൽകുന്ന ലോകമാന്യ തിലക് അവാർഡ് 2025 അർഹനായത് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ആണ്. അപ്പോൾ ലോകമാന്യ തിലക് സ്മാരക ട്രസ്റ്റ് വർഷം തോറും നൽകുന്ന ലോകമാന്യ തിലക് അവാർഡ് 2025 അർഹനായത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ലോകമാന്യ തിലക് അവാർഡ് 2025 അർഹനായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? സിംഗപ്പൂർ ആണ്. ഈ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യക്ക് 77ാം സ്ഥാനമാണ്. അപ്പൊ ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 77ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദിവ്യ ദേശ്മുഖ്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ ആരാണ്? ദിവ്യ ദേശ്മുഖ്. അതേപോലെ 2025 വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ വിജയിച്ചതും ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ് വിജയിച്ചത്. കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ദേശ്മുഖ് വിജയിച്ചത്. ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ദിവ്യ ദേശ്മുഖ്. അതേപോലെ ചെസ് ലോകകപ്പ് വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ദിവ്യ ദേശ്മുഖ്. അപ്പൊ 2025 വനിതാ ചെസ് ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയായിരുന്നു? ബത്തുമി ആയിരുന്നു വേദി. വനിതാ ചെസ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ചോദിച്ചാൽ ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ഫൈനലിൽ എത്തുകയും വിജയിക്കുകയും ചെയ്തു. അപ്പൊ കിരീടം നേടിയതും ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ് കിരീടം നേടിയത്. കൊനേരു ഹംപിയാണ് പരാജയപ്പെടുത്തിയത്.
ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ ചോദിച്ചാലും ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. അപ്പോൾ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. അതേപോലെ വനിതാ ചെസ് ലോകകപ്പ് വിജയിച്ചതും ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ സെപ്സിസ് അണുബാധകൾ കണ്ടെത്താൻ കഴിയുന്ന പുതിയ നാനോ സെൻസർ വികസിപ്പിച്ചെടുത്തത് കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അപ്പൊ NIT കാലിക്കട്ടാണ് മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ സെപ്സിസ് അണുബാധകൾ കണ്ടെത്താൻ കഴിയുന്ന പുതിയ നാനോ സെൻസർ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ സെപ്സിസ് അണുബാധകൾ കണ്ടെത്താൻ കഴിയുന്ന പുതിയ നാനോ സെൻസർ വികസിപ്പിച്ചെടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ആണ്. നെക്സ്റ്റ്, 2024 ജൂലൈയിൽ അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ വിമാനമാണ് AN-24. 2024 ജൂലൈയിൽ അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ റഷ്യൻ വിമാനം ചോദിച്ചാൽ ഏതാണ്? AN-24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ CEO ആണ് രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ CEO ചോദിച്ചാൽ ആരാണ്? രഘുറാം അയ്യർ. നെക്സ്റ്റ്, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ്? UAE. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? UAE ആണ് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് K. മധു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? K. മധു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരമുള്ള ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. അപ്പൊ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരമുള്ള ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. കേരളത്തിൽ പദ്ധതിക്കുള്ള ചുമതല ആർക്കാണ്? അനർട്ടിനാണ് പദ്ധതിക്കുള്ള ചുമതല. അതേപോലെ രാജ്യത്ത് പൂനെ, ഭുവനേശ്വർ, ജോധ്പൂർ എന്നിവയാണ് ഹൈഡ്രജൻ വാലി പദ്ധതി നടപ്പിലാക്കുന്ന മറ്റ് സ്ഥലങ്ങള്. അപ്പോൾ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരമുള്ള ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. അനർട്ടിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? നെഹ്റുവാണ്. നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത് പ്രധാനമന്ത്രിയാവുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ്, ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് ഉമ കഞ്ചിലാല്. ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായ വ്യക്തിയാണ് ഉമ കഞ്ചിലാല്. നെക്സ്റ്റ്, ഇൻഷുറൻസ് നിയന്ത്രണ വികസന അതോറിറ്റി ചെയർമാനായി നിയമിതനായത് അജയ് സേത്ത്. ഇൻഷുറൻസ് നിയന്ത്രണ വികസന അതോറിറ്റി ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ പോർ വിഭാഗങ്ങളെ കോർത്തിണക്കി കരസേന രൂപീകരിക്കുന്ന സർവാംഗ സേനയുടെ പേരാണ് രുദ്ര ബ്രിഗേഡ്. വിവിധ പോർ വിഭാഗങ്ങളെ കോർത്തിണക്കി കരസേന രൂപീകരിക്കുന്ന സർവാംഗ സേനയുടെ പേരാണ് രുദ്ര ബ്രിഗേഡ്. നെക്സ്റ്റ്, അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി രൂപീകരിച്ച ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആണ് ഭൈരവ്. അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി രൂപീകരിച്ച ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആണ് ഭൈരവ്. നെക്സ്റ്റ്, തിരുവനന്തപുരം പൊന്മുടി കല്ലാറിലെ വനമേഖലയിൽ കാണപ്പെടുന്ന കാശിത്തുമ്പയ്ക്ക് VS-നോടുള്ള ആദരവായി നൽകിയ പേരാണ് ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. അപ്പൊ തിരുവനന്തപുരം പൊന്മുടി കല്ലാറിൽ വനമേഖലയിൽ കാണപ്പെടുന്ന കാശിത്തുമ്പയ്ക്ക് VS-നോടുള്ള ആദര സൂചകമായി നൽകിയ പേരാണ് ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. അപ്പൊ തിരുവനന്തപുരം പൊന്മുടി കല്ലാറിലെ വനമേഖലയിൽ കാണപ്പെടുന്ന കാശിത്തുമ്പയ്ക്ക് VS-നോടുള്ള ആദരവായി നൽകിയ പേരെന്താണ്? ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. 2025 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ.
ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? ഫാസിൽ മുഹമ്മദ്. അപ്പൊ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത്. അതേപോലെ മികച്ച നടൻ ചോദിച്ചാൽ ആരാണ്? ആസിഫ് അലി. കിഷ്കിന്ധകാണ്ഡം, ലെവൽ ക്രോസ് എന്നീ സിനിമയിലെ അഭിനയത്തിലൂടെ ആസിഫ് അലിയാണ് മികച്ച നടനുള്ള 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത്. അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ചിന്നു ചാന്ദിനി. വിശേഷം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ചിന്നു ചാന്ദിനിയാണ് 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനായ ചിദംബരത്തെയാണ് മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തത്. അപ്പോൾ 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച സിനിമ ചോദിച്ചാൽ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധാനം ഫാസിൽ മുഹമ്മദ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത്. അതേപോലെ കിഷ്കിന്ധകാണ്ഡം, ലെവൽ ക്രോസ് എന്നീ സിനിമയുടെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആസിഫ് അലിയും. വിശേഷം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ആര്? ചിന്നു ചാന്ദിനിക്ക് കിട്ടി. അതേപോലെ മികച്ച സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനായ ചിദംബരമാണ് മികച്ച സംവിധായകനുള്ള 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചെന്നായ ഇനം ചിലന്തിയാണ് പിരാറ്റുല അക്യുമിനാറ്റ. അപ്പോൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചെന്നായ ഇനം ചിലന്തിയുടെ പേരാണ് പിരാറ്റുല അക്യുമിനാറ്റ. പിരാറ്റുല അക്യുമിനാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, അടുത്തിടെ പാലസ്തീൻ രാജ്യത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ രാജ്യമാണ് ഫ്രാൻസ്. പാലസ്തീൻ രാജ്യത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയ. 2027 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയാണ്. 2025 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡ് ആയിരുന്നു 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി. 2025 38ാമത് നാഷണൽ ഗെയിംസ് നടന്നത്. അതിന്റെ വേദി ഉത്തരാഖണ്ഡും 2027 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയമാണ് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് us ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് us ബ്രേക്ക് ഇറ്റ് ഡൗൺ. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് us ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച സകാരാത്മക് സോച്ച് വനിത ശുചിത്വ കൂട്ടായ്മ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? മധ്യപ്രദേശിലെയാണ്. അപ്പോൾ അടുത്തിടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച സകാരാത്മക് സോച്ച് വനിത ശുചിത്വ കൂട്ടായ്മ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? അത് മധ്യപ്രദേശിലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ബോൾഡ് കുരുക്ഷേത്ര 2025. അപ്പോൾ ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ബോൾഡ് കുരുക്ഷേത്ര 2025. അടുത്ത ക്വസ്റ്റ്യൻ, മേഘാലയയിലെ ഖാസി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവളയാണ് റോർചെസ്റ്റസ് ജാക്കോയിഡും റോർചെസ്റ്റസ്
റോർചെസ്റ്റസ് ജാതോയും. അപ്പോൾ റോർചെസ്റ്റസ് ജാക്കോയിഡ്, റോർചെസ്റ്റസ് ജാതോ എന്നിവ എന്തോന്നാണ്? പുതിയ തവള ഇനമാണ്. അതിനെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മേഘാലയയിലെ കാസി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവളയാണ് റോർചെസ്റ്റസ് ജാക്കോയിഡും റോർചെസ്റ്റഡ് ജാതോയും. അപ്പോൾ മേഘാലയയിലെ കാസി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതാണ്? റോർചെസ്റ്റഡ് ജാക്കോയിഡ്, റോർചെസ്റ്റസ് ജാതോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 21-നും 65-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകി പുനരധിവസിപ്പിക്കുക, സാമ്പത്തിക വികസനം ശാക്തീകരിക്കുക എന്നീ ലക്ഷ്യത്തോടെ ലഡ്കി ബഹിൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലഡ്കി ബഹിൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. എന്താണ് അതിന്റെ ലക്ഷ്യം? 25-നും 65-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകി പുനരധിവസിപ്പിക്കുക, സാമ്പത്തിക വികസനം ശാക്തീകരിക്കുക എന്നിവയാണ് ലഡ്കി ബഹിൻ യോജന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 25-നും 65-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകി പുനരധിവസിപ്പിക്കുക, സാമ്പത്തിക വികസനം ശാക്തീകരിക്കുക എന്നീ ലക്ഷ്യത്തോടെ ലഡ്കി ബഹിൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആസിഫ് എന്നറിയപ്പെടുന്ന സുലൈമാൻ അടക്കം 3 ഭീകരരെ വധിച്ച ഇന്ത്യൻ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മഹാദേവ്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആസിഫ് എന്നറിയപ്പെടുന്ന സുലൈമാൻ അടക്കം 3 ഭീകരരെ വധിച്ച ഇന്ത്യൻ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മഹാദേവ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സൈസ് കമ്മീഷണറായി നിയമിതയായ വ്യക്തിയാണ് MR അജിത് കുമാർ. അപ്പോൾ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? MR അജിത് കുമാർ ആണ്. നെക്സ്റ്റ്, AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ എക്സർസൈസ് ദിവ്യദൃഷ്ടി 2025 നടന്നത് എവിടെയാണ്? സിക്കിമിലാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ എക്സർസൈസ് ദിവ്യദൃഷ്ടി 2025 വേദി ചോദിച്ചാൽ എവിടെയാണ്? സിക്കിമാണ് ദിവ്യദൃഷ്ടി 2025 വേദി. AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ എക്സർസൈസ് ദിവ്യദൃഷ്ടി 2025 നടന്നത് സിക്കിമിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 യൂറോ കപ്പ് വനിതാ കിരീടം നേടിയത് ഇംഗ്ലണ്ട്. 2025 യൂറോ കപ്പ് വനിതാ കിരീടം നേടിയത് ആരാണ്? ഇംഗ്ലണ്ട്. സ്പെയിനിനെയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് 2025 യൂറോ കപ്പ് വനിതാ കിരീടം ആര് നേടിയത്? ഇംഗ്ലണ്ട് നേടിയത്. അപ്പൊ 2025 വനിതാ യൂറോ കപ്പ് വനിതാ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. സ്പെയിനിനെയാണ് പരാജയപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയുടെ കൃതിയാണ് ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. അപ്പോൾ 2025 ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയുടെ കൃതിയാണ് ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ആദ്യ കൃതിയാണ് ഇത്. കിരൺ ദേശായിയുടെ കൃതിയാണ്. അപ്പോൾ 2025 ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയുടെ കൃതി ചോദിച്ചാൽ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. രചയിതാവ് കിരൺ ദേശായിയാണ് ഈ കൃതിയുടെ രചയിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് വീർ പരിവാർ സഹായത യോജന. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വീർ പരിവാർ സഹായത യോജന. വീർ പരിവാർ സഹായത യോജന. അടുത്ത ക്വസ്റ്റ്യൻ, ജനസംഖ്യാ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷന്റെ മാറ്റിഡോഗൻ പുരസ്കാരം ലഭിച്ചത് KG സന്ധ്യയ്ക്കാണ്. ജനസംഖ്യാ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷന്റെ മാറ്റിഡോഗൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KG സന്ധ്യയ്ക്കാണ്. $3500 ആണ് പുരസ്കാര തുക. $3500 ആണ്
മാറ്റിഡോഗന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യാ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷന്റെ മാറ്റിഡോഗൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG സന്ധ്യയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ബുക്ക് ബ്രഹ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീര. ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ബുക്ക് ബ്രഹ്മ പുരസ്കാരം ലഭിച്ചത് KR മീരയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. നെക്സ്റ്റ്, കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ആപ്പാണ് ബേബി ഗ്രോക്ക്. അപ്പൊ കുട്ടികൾക്കായിട്ട് ഇലോൺ മസ്ക് പുറത്തിറക്കിയ AI അധിഷ്ഠിതമായിട്ടുള്ള ആപ്പ് ചോദിച്ചാൽ ഏതാണ്? ബേബി ഗ്രോക്ക്. കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ആപ്പിന്റെ പേരാണ് ബേബി ഗ്രോക്ക്. നെക്സ്റ്റ്, 2025 വേൾഡ് സമ്മിറ്റ് ഓൺ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ മൊബൈൽ ആപ്ലിക്കേഷനാണ് മേരി പഞ്ചായത്ത്. 2025 വേൾഡ് സമ്മിറ്റ് ഓൺ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ മൊബൈൽ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഏതാണ്? മേരി പഞ്ചായത്ത്. നെക്സ്റ്റ്, 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായി ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടനയാണ് ലോകാരോഗ്യ സംഘടന. 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച സംരംഭമാണ് ഗ്ലോബൽ സ്പെക്സ് 2030. അപ്പോൾ 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായി ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടനയാണ് ലോകാരോഗ്യ സംഘടന. നെക്സ്റ്റ്, സിന്ധു നദി സംരക്ഷണത്തിനായി ഓഗസ്റ്റ് 12 സഫായി ആന്തോളൻ ദിനമായി പ്രഖ്യാപിച്ചത് ലഡാക്ക് ആണ്. സിന്ധു നദി സംരക്ഷണത്തിനായി ഓഗസ്റ്റ് 12 സഫായി ആന്തോളൻ ദിനമായി പ്രഖ്യാപിച്ചത് ലഡാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ആഗസ്റ്റ് 10 മാതൃബഹുമതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് സിക്കിം. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 മാതൃബഹുമതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? സിക്കിം ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.